ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലി കറുത്തു പോയെന്നേ ഉള്ളൂ. ഇതൊരു മീഡിയം പഴുപ്പുള്ള പഴമാണ്. ഈ ഒരു പഴുപ്പുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഈ 2 പഴവും ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും ഉടച്ചെടുക്കാൻ നോക്കിയാൽ ഉടഞ്ഞു വരത്തില്ല. കാരണം അത്രയും പഴുപ്പായിട്ടില്ല. അങ്ങനെ ഒരു പഴുപ്പുള്ള പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇത് നമ്മൾ പലഹാരം കഴിക്കുമ്പോൾ നമുക്കിത് കടിച്ച് കഴിക്കാനായിട്ട് കിട്ടണം. അതാണ് ഇതിന്റെ പരുവം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 2 പഴത്തിന്റെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവ് പറയുന്നത്. ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ വേണ്ട എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാലും ടേസ്റ്റ് ഈ ഒരു മൈദയിൽ ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ ഓരോ കപ്പും ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സബോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് എടുക്കുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകും പച്ചമുളകും ഈ 2 എണ്ണം വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതേ സ്പൂൺ അളവിൽ തന്നെ 2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. വലിയൊരു സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ള എള്ളും ഈ ഒരു സ്പൂൺ അളവിൽ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം വെള്ളമൊന്നും ഇല്ലാതെ നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൽ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഘട്ടമായിട്ടാണ് കുഴച്ചിട്ടെടുക്കുന്നത്. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അതിന്റെ പരുവം തെറ്റും. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വെള്ളം 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ്. അതിലിപ്പോൾ 1/2 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നല്ല എരിവും ഉപ്പും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പോലെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കൈ മുക്കിയെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിലോ ഷേപ്പിലൊക്കെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലൊരു വടയുടെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തു. ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്ത ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് പുരട്ടി കൊടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഒരു ബോൾ ഷേപ്പിൽ മാറ്റിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു വിരല് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിന്റെ നടുക്കായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് മുങ്ങിക്കിടന്ന് വേവുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഒരു പകുതിയോളം നിൽക്കുന്ന രീതിയിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് കൊള്ളുന്നത്രയും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എത്രത്തോളം വേവാനായിട്ട് എടുക്കുന്നോ അത്രയും സമയം വരെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ദാ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. പെട്ടെന്ന് തയ്യാറായി കിട്ടും. ഇപ്പോൾ തന്നെ ദാ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല എരിവും മധുരവും ഉപ്പൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.